ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും. ഹിന്ദിയാ? സത്യം പറയടി, ഞാൻ ഇല്ലാത്തപ്പോ ഏത് ആസാം കാളയാണ് ഇവിടെ വന്നിട്ട് പോയത്? നിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നീയും ആ ചോട്ടുവിന്റെ കാളയും തമ്മിൽ എന്തുവാടി ഒരു ബന്ധം? കണ്ണ് തെറ്റി ആ സാധനം പൈപ്പിന്റെ ചോട്ടില്ല. സത്യം പറയടി, ആ വരുത്തം കാളയായിട്ട് നിനക്ക് എന്തുവാ ഇത്ര ബന്ധം? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ഉണ്ട് ഇവിടെ. എനിക്കൊരു അസിസ്റ്റന്റ് ആവശ്യം വേണ്ട. ഷിബിന മോളെ, നമ്മുടെ അപ്പൂപ്പനെ നിനക്ക് അറിയത്തില്ലോടി? ഇത്രയും പാവം ഒരു അപ്പൂപ്പൻ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോടി? കട്ടുറുമ്പിന്റെ മോളിൽ കയറുന്ന കട്ടുറുമ്പ് തിരിച്ച് കടിക്കത്ത് പോലും ഇല്ല. അത്രയും പാവല്ലോടി. ആ അപ്പൂപ്പനെ ഇത് ചവിട്ടി കൂട്ടി 12 തൊട്ടി രക്തം ഇവിടെ തുപ്പി വെപ്പിച്ചടി. അസത്ത് പിടിച്ച പശു. ലോകത്ത് എന്തോരം പശുക്കളുണ്ട്. എല്ലാം ഇരുന്നും കിടന്നും എന്തുവാ യോഗ ചെയ്താൽ വരെ പാല് കൊടുക്കുന്നേ. വേണ്ടേ, മെനഞ്ഞാന്ന് കൊണ്ട് വെച്ചൊരു ഗ്ലാസ്സാ. സർക്കാർ ആശുപത്രിയിൽ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് കണക്ക് 3 തുള്ളി ഇട്ട് വെച്ചിട്ട് നിൽക്കുന്നുണ്ടാ. ഏതാണ്ട് ഓസ്കാർ വാങ്ങിച്ച് നിൽക്കുന്ന കണക്ക്. ഈ 3 തുള്ളി വിറ്റ് കിട്ടുന്ന പൈസക്ക് വേണം ഞാൻ ഇനി പുതിയ വീട് വെച്ച് എന്റെ മോളെ കെട്ടിച്ച് ബാക്കി പൈസക്ക് നിന്നെ തരാൻ ചോട്ടുവിന്റെ കാളെ കൊണ്ട് കെട്ടിക്കാടി. നീ നല്ലതുപോലെ നിൽക്കിവിടെ. ഓരോരോ പശുക്കൾ കാണിക്കുന്ന കാണുമ്പോ ഇനി ഇതിന്റെ സിസ്റ്റം എല്ലാം മാറി കിടക്കുവാന്നോ? പാല് തരാൻ പറഞ്ഞാൽ പാല് ഒക്കെ മൂത്രം ഒഴിക്കും. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ക്യാൻ ഐ ചെക്ക് യുവർ മദർ ബോർഡ്? മാഡം, അതാണ് നമ്മൾ ആദ്യം കാണാൻ ഉദ്ദേശിക്കുന്ന പശു. ഏത് അണ്ടർവെയർ ഇട്ടതാണോ? അല്ല, അതിനപ്പുറത്തെ ഒരു 4 കാലുള്ള ജീവിയുണ്ട്, അതിനും കൂടി നോക്കണം. ഓക്കെ ഓക്കെ. എന്തൊരു നാറ്റമായി ഇവിടെ. ഇയാൾ കുറച്ച് മുല്ലപ്പൂ ഉണ്ട്, അത് കൊടുത്തിട്ട് എന്നെ 2 ഇരുത്താം. അപ്പൊ ഇവിടെ മണക്കും. പശുവിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. ഇതിന്റെയോ? സത്യം പറയടി, നീ ആ ചോട്ടുവിന്റെ കാളയായിട്ട് ഏതെങ്കിലും ചുംബന സമരത്തിൽ പോയോ? നിന്നെ തിരക്കി ഇവിടെ ആളുകൾ വന്നല്ലോ. നീ അവിടെ നിക്ക്. അഴുക്ക പശുവാണ് മക്കളെ, തന്ത കാളയേക്കാ മോശം. I think that cow needs scientifically improvised nourishment food like a research. Do you think so? ആ ഷർട്ടിട്ട് അശരീരി ഇപ്പൊ എന്തോ ഇംഗ്ലീഷ് പറഞ്ഞേ. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാ. തനിക്ക് ഇംഗ്ലീഷ് അറിയാമോ? എന്റെ അമ്മേ, മലയാളം ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ തെറ്റിക്കും. ഇതൊന്നും വരുന്നില്ലല്ലോ. മാഡം, ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. മാഡം ഉമ്മറത്തെ കാര്യം നോക്കിക്കോ, ഞാൻ പോയി പിന്നാമ്പുറത്തെ കാര്യം നോക്കിട്ട് വരാം. ഓക്കെ ഓക്കെ. ഹലോ മിസ്റ്റർ, ഐ ആം രസ്ന. ഓ വേണ്ടാക്കളെ, ഷുഗർ ഇപ്പൊ തന്നെ 120. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, രസ്നയെന്ന്. ഓ പറഞ്ഞോ. ഞാൻ അങ്ങ് ലണ്ടനിൽ നിന്ന് വരുകയാണ്. പശുവിനെ പറ്റി PhD എടുക്കുന്നു. എന്റെ ഭഗവാനെ, എടി ദാ പശുവിനെയൊക്കെ പിഴിഞ്ഞ് പച്ചടി ആക്കൂ. നോടി ഒളിയടി. പച്ചടി കിച്ചടി ഒന്നുമല്ല, PhD. ഓ ഇംഗ്ലീഷ് അടി, ഇംഗ്ലീഷ്. സോ ക്യൂട്ട്. എന്ത് ഭംഗിയുണ്ട് കാണാൻ. സുഖമാണോ? വയറ്റിന്നൊക്കെ പോകുന്നുണ്ടോ? ഒന്നും പറയണ്ടാക്കളെ, ഇന്നലെ ഇച്ചിരി തേങ്ങ അരച്ച് വെച്ച ഞണ്ട് കയറി കഴിച്ചത്. ഒരു മുതുക്കു ഞണ്ടായിരുന്നു. പോരാത്തിന് അതിന് ദേഹം മുഴുവൻ കാലാൻ തോന്നുന്നു. പോയ വഴി മുഴുവൻ കീറി കുത്തി തയ്ച്ച് വെച്ചിരിക്കുക. ഈ 75 കിലോ ഉള്ള പോത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ പശുവിന്റെ കാര്യമാ. അതിന്റെ വയറ്റിന്ന് പോയതല്ലേ അക്കളെ നീ ചവിട്ടിയിരിക്കുന്നേ? എന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഇതിലൊക്കെ ചവിട്ടുന്നതാണോ മോനെ നിന്റെ ഡ്യൂട്ടി? അല്ലല്ലോ, ഡേർട്ടി, അഴുക്കെന്ന്. എന്തൊരു ചൂടാ ഇവിടെ. ഈ പശുവിന് വല്ല ഫാനോ AC എന്തെങ്കിലും ഉണ്ടോ? നീങ്ങ വന്നാണ് ആ പെരക്കകത്തോടെ നോക്കിയാണ്. വലിയൊരു തുള. ആ തുളക്കകത്തൂടെയാണ് ഞങ്ങൾ കുടുംബക്കാർ മുഴുവനും ബഹിരാകാശം നോക്കി കിടക്കുന്നത്. ISR പോലും നമ്മളെയാണ് വിളിച്ച് ചോദിക്കുന്നത്, പുതിയ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് ഏതെങ്കിലും വാൽനക്ഷത്രം അവിടെ ഉണ്ടോന്ന്. എക്സാക്ട്ലി മുന്നേ അത് അടയ്ക്കാൻ ഗതിയില്ലാഞ്ഞിട്ട് അപ്പത്തെ പങ്കാശമ്മ മരിച്ച സഞ്ജയനത്തിന് ഇഡലി കഴിക്കാൻ പോയിട്ട് ഇഡലിയുടെ ആകൃതിയിൽ അവിടുത്തെ നീല ടാർപ്പേന്ന് കീറിയാ ഒട്ടിച്ചത്. അതിന് ഗതിയില്ലാത്ത എന്നോട് വന്ന് പശുവിന് AC പോലും. Excuse me, Mr. Karshak. Accordingly, government requirement at 2000. Excuse me, Mr. Lady. Yes. Shall I continue? Yeah. According to the government rule of 2026, the cow must need nutritional food. This included carbohydrate, nutrition, minerals. എന്നല്ലേ? എനിക്കിത് എങ്ങനെ അറിയാമെന്നല്ലേ? അതെ. മത്തി പൊഞ്ഞോണ്ട് വന്ന പേപ്പർ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് ഈ ഫുഡ് എങ്ങനെയാ കൊടുക്കുന്നേന്ന് പശുവിന്. അത് മക്കളെ നല്ലൊരു പാത്രം എടുത്ത് വെക്കണം. ആ പാത്രത്തിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ കഞ്ഞോളം ഒഴിക്കണം. അതിന്റെ മുകളിലോട്ട് കുറച്ച് തവിടിടണം. അത് കഴിഞ്ഞ് കുറച്ച് പുണ്ണാക്കിടണം. പിണ്ണാക്ക് അത്യാവശ്യമാണോ? നീ ഉണ്ടാക്കുമ്പോൾ ഇടേണ്ടി വരത്തില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് അതിനകത്തോട്ടിടണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇട്ട് ഇളക്കി ഒരു അടപ്പെടുത്ത് അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം. ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞ് അതിങ്ങോട്ട് എടുത്ത് അടപ്പങ്ങോട്ട് തുറക്കുമ്പോ ഒരു മണം ഉണ്ടാവും.
അത് കഴിഞ്ഞ് ഇതങ്ങോട്ട് ഇളക്കി ആ പശുവിന് കൊണ്ട് കൊടുക്കുമ്പോ പശു ഇങ്ങനെ ക്ലം 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 എന്ന് പറഞ്ഞാൽ കുടിക്കും. ഒരു 1/2 ഗ്ലാസ് എനിക്ക് കൂടി തരുമോ? ഒലിക്കുന്ന ഞാൻ അതിൽ നിന്ന് 30 എന്ന് എടുക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞോണ്ടല്ലോ ഞാടി ഞരമ്പെല്ലാം എണീറ്റിന്ന് മമ്മറാസ് വിളിക്കും. അമ്മാതിരി ടേസ്റ്റാ. ഓക്കെ ഓക്കെ, ഈ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കിയത്? ഒരു പശുവിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാക്കളെ നിനക്ക്? കറക്കാൻ ഒരു അണ്ണാച്ചി കൂടെ ഉള്ളതാ. അതേടാ, ഇതാ കറവക്കാരൻ അണ്ണാച്ചിയുടെ പശുവാ. ഞാൻ അതല്ലടോ തന്നോട് ചോദിച്ചത്, ഈ ബിസിനസ് ആരാണ് സ്റ്റാർട്ട് ആക്കിയതെന്ന്. അത് അച്ഛൻ. അച്ഛനെ വിളി. അച്ഛൻ അച്ഛനെവിടെ? വായിൽ തോർത്ത് തിരികെയിരിക്കുകയാണോ? അല്ല, താഴെ വെച്ചാ ഉറുമ്പയ്ക്ക് തല വെച്ചാ വീണു പോകുമെന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളെ വളർത്തിയ. തലയിൽ വേറെന്തോ വെച്ചാലെന്നല്ലേ? അച്ഛന്റെ തല എന്ത് വെച്ചാലും താഴെ പോകും. മുടിയില്ല ഒച്ച.